ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 87 ശ്ലോകം 7-8. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ഭക്തേഷു ഭക്തേന സമാനിതസ്ത്വയാ പുരീം വസന്നേകനിശമകാസുഖം പരേദ്യുർദ്രവിണം വിനായയൗ വിചിത്രരൂപസ്തവ കല്ലനുഗ്രഹഃ. അന്വയം അർത്ഥം. സഹ അയാൾ, കുചേലൻ, ഭക്തേഷു ഭക്തന്മാരിൽ, ഭക്തേന ഭക്തനായ, ത്വയ അങ്ങയാൽ, മാനിത ഉപചരിക്കപ്പെട്ടവനായി, ഏകനിശാം ഒരു രാത്രി, മഹാസുഖം വലുതായ സുഖത്തോടുകൂടി, പുരീം ദ്വാരകാ നഗരത്തിൽ, വസൻ താമസിച്ചിട്ട്, അപരേദ്യു പിറ്റേ ദിവസം, ദ്രവിണം വിന ധനമൊന്നും നേടാതെ, യയൗ തിരിച്ചു പോന്നു, ബര അത്ഭുതമെന്ന് പറയട്ടെ, തവ അങ്ങയുടെ, അനുഗ്രഹം, വിചിത്ര രൂപക കലു വിചിത്രമായിട്ടുള്ളതാണല്ലോ. ഹരിവും. സാരം: ഭക്തന്മാരുടെ ഭക്തനായ ഭഗവാൻ നൽകിയ സത്കാരോപചാരങ്ങൾ ഏറ്റ് അത്യാനന്ദത്തോട് കുചേലൻ ഒരു രാത്രി ഭഗവൻ നഗരിയിൽ ഭഗവത് പര്യങ്കത്തിൽ കിടന്നുറങ്ങി സുഖമായി കഴിച്ചുകൂട്ടി. അടുത്ത ദിവസം യാതൊന്നും തന്നെ കൂടാതെ മടങ്ങിപ്പോവുകയും ചെയ്തു. ഭഗവാന്റെ അനുഗ്രഹം എങ്ങനെ എന്നുള്ളത് ആർക്കും നിശ്ചയിക്കാൻ ആവില്ല. ഹരിവും. ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 8. യദീഹയാശിഷ അദാസ്യതച്യുതോ വദാമി ഭാര്യാം കിമതിവ്രജൻ അസൗ ത്വദുക്തിലീലാസ്മിതമഗ്നദീ പുനാ ക്രമാദപശ്യൻ മണിദീപമാലയം. അന്വയം അർത്ഥം. യദി അഹം അയ, ഞാൻ യാചിച്ചിരുന്നുവെങ്കിൽ, അച്യുത ഭഗവാൻ കൃഷ്ണൻ, ആദാസ്യൻ ഹി തരുമായിരുന്നു, അഹം ഞാൻ, ഭാര്യാം ഭാര്യയോടെ, കിം എന്തു തന്നെ, വദാമി പറയട്ടെ, ഇതി ഇപ്രകാരം ചിന്തിച്ചുകൊണ്ട്, വൃജൻ യാത്ര ചെയ്യുന്നവനായ, അസൗ ഈ കുചേലൻ, ത്വദുക്തിലീലാസ്മിതമഗ്നധി അവിടുത്തെ സ്നേഹമഷണമായ വാക്കിലും വിനോദങ്ങളിലും പുഞ്ചിരിയിലും ലയിച്ച മനസ്സോടുകൂടിയവനായി പുനഃ വീണ്ടും, ക്രമാൻ തലമോരോന്നും പിന്നിട്ട്, മണിദീപ്രം രത്നം കൊണ്ട് ശോഭിക്കുന്ന ആലയം ഗൃഹത്തെ അവശ്യൻ കണ്ടു. ഹരിയോ. താൻ എന്ത് ചോദിച്ചാലും ഭഗവാൻ തരുമായിരുന്നു. താൻ ചോദിച്ചുമില്ല, ഭഗവാനൊട്ട് തന്നതുമില്ല. എന്തെങ്കിലും ഭഗവത് പ്രസാദത്താൽ കൊണ്ടുചെല്ലുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന തൻ്റെ പത്നിയോട് താൻ എന്തുത്തരം പറയും? ഇപ്രകാരം വിചാരിച്ചു നടക്കുന്ന കുചേലൻ ഭഗവാന്റെ മധുരങ്ങളായ വാക്കുകളിലും നർമ്മ സംഭാഷണത്തിലും സത്കാരങ്ങളിലും വിനോദങ്ങളിലും പുഞ്ചിരിയിലും മനം ലയിച്ച് രത്നശോഭ കൊണ്ട് ഉജ്ജ്വലമായ തൻ്റെ ഗൃഹത്തിൽ എത്തിച്ചേർന്നു. ഹരിവും.